ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുതിയ ദിശയിലേക്ക് കടക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായാൽ സുപ്രധാന കരാർ ഒരു ഗൾഫ് രാജ്യവുമായി ഇന്ത്യ ഒപ്പുവെക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യാപാര രംഗത്ത് കുതിച്ചുചാട്ടത്തിന് ഇത് ഉപകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, പശ്ചിമേഷ്യയിലെ മിക്ക രാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ലോകത്തെ പ്രധാന കപ്പൽ പാതകളാണ് ചെങ്കടൽ വഴിയും ഹോർമുസ് കടലെടുക്ക് വഴിയുമുള്ളത്. രണ്ട് പാതകളും അത്ര സുരക്ഷിതമല്ല. ഹോർമുസിൽ ഇറാൻ ഇടയ്ക്കിടെ ഭീഷണി സൃഷ്ടിക്കാറുണ്ട്. ചെങ്കടലിൽ ഇറാന്റെ പിന്തുണയോടെ ഹൂതികളും എന്നാൽ ഇറാനുമായി സൗഹൃദത്തിലാകുമ്പോൾ തന്നെ ഹോർമുസ് വഴി കൂടുതൽ എളുപ്പമാക്കാൻ ഇന്ത്യ പദ്ധതി ഒരുക്കുകയാണ്. ഒമാനുമായുള്ള സൗഹൃദം ഇന്ത്യ വളരെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. UAE-യുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യ ഒപ്പുവെച്ചിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തോത് വർദ്ധിക്കാൻ ഇടയാക്കിയ കരാറായിരുന്നു അത്. സമാനമായ കരാർ ഒമാനുമായി ഒപ്പുവെക്കാൻ പോവുകയാണ്. ചർച്ചകൾ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ചില തടസ്സങ്ങൾ ബാക്കിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ സർക്കാർ നിലവിൽ വരും. ആ സർക്കാരിന്റെ അഭിപ്രായം കൂടി ആരാഞ്ഞ ശേഷമാകും ഒമാനുമായി കരാർ ഒപ്പുവെക്കുക. ഇറാന്റെയും ഒമാന്റെയും ഇടയിലാണ് ഹോർമുസ് കടലെടുക്ക് പാത. ഇവിടെ ഇന്ത്യൻ ചരക്ക് കപ്പലുകൾ സുരക്ഷിതമാകാൻ ഒമാനുമായുള്ള സൗഹൃദം തുണയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് ആരംഭിച്ച് GCC-യിലൂടെ പശ്ചിമേഷ്യ വഴി ഇസ്രായേലിലേക്കും ശേഷം യൂറോപ്പിലേക്കുമുള്ള സാമ്പത്തിക ഇടനാഴി വരാനിരിക്കുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇന്ത്യയിൽ ചേർന്ന G20 രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ ഇക്കാര്യം പ്രഖ്യാപിച്ചിരുന്നു. അമേരിക്കയുടെ കൂടി പിന്തുണയോടെയാണ് പാത വരുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകാൻ മേഖലയിലെ രാജ്യങ്ങളുമായി അടുത്ത ബന്ധം വേണമെന്ന് ഇന്ത്യ മനസ്സിലാക്കുന്നു. ഇന്ത്യയും ഒമാനും തമ്മിൽ $1300 കോടി വാർഷിക വ്യാപാരമുണ്ട്. പുതിയ കരാർ വരുന്നതോടെ വ്യാപാരം വർദ്ധിക്കും. ഈ വേളയിൽ ഹോർമുസ് ഇന്ത്യക്ക് മുന്നിൽ തടസ്സമാകില്ലെന്ന് ഉറപ്പാക്കാനാണ് ഇന്ത്യയുടെ നീക്കം. ജൂൺ 4-നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുക. വൈകാതെ പുതിയ സർക്കാർ അധികാരത്തിലെത്തും. ഈ സർക്കാരിന് മുന്നിൽ ഒമാനുമായുള്ള കരാറിന്റെ രേഖ എത്തുകയും അനുമതി ലഭിക്കുകയും ചെയ്താൽ കരാർ ഒപ്പുവെക്കുക എന്നതായിരുന്നു ആദ്യം ഇന്ത്യ ആലോചിച്ചത്. ഇതിന് ചില തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി GCC-യിലെ ഓരോ രാജ്യങ്ങളുമായി വ്യാപാര കരാറിലെത്തുകയാണ്. UAE-യുമായി കരാറിലെത്തിയ ശേഷമാണ് ഒമാനുമായി കരാർ ഒപ്പുവെക്കാൻ പോകുന്നത്. പാകിസ്ഥാനും ചൈനയും GCC രാജ്യങ്ങളുമായി കരാറിന് ശ്രമിക്കുന്നുണ്ട് എന്നതും എടുത്തു പറയണം. ഇന്ത്യയിൽ നിന്ന് ഒമാനിലേക്ക് ഇറക്കുന്ന ചില വസ്തുക്കളുടെ നികുതി ഒഴിവാക്കാൻ ഒമാൻ തയ്യാറായിട്ടുണ്ട്. ഒമാനിൽ നിന്ന് ഇറക്കുന്ന വസ്തുക്കളുടെ നികുതി ഇന്ത്യ കുറയ്ക്കാനും ധാരണയായി. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.